ഹലോ നമസ്തേ, എല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇങ്ങ് മെച്ചുക്ക എന്ന് പറയുന്ന സുന്ദരമായ മണ്ണിൽ നിന്നും സ്വാഗതമുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ മെച്ചുക്കയിലുണ്ട്. മെച്ചുക്കയുടെ ഗ്രാമങ്ങളിലൂടെ ഇന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ആ ഒരു കാഴ്ചയിലേക്കും വിശേഷങ്ങളിലേക്കും നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇതാ നമ്മളുടെ വിപിൻ ബ്രദർ, ഒരു ഹായ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളിവിടെ മെച്ചിക്കയിലുള്ള കാത്തലിക് ചർച്ചിലാണ് നമ്മളുടെ താമസം. ഇതാ നമ്മളുടെ മീനുക്കുട്ടി ഇന്നലെ കഴുകി സെറ്റാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഒരു വൻ പരീക്ഷണം നടത്തി. എന്താ പരീക്ഷണാവസ്ഥ അവിടെ നടന്നു വരുന്നുണ്ട്. തലർക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ഇച്ചിരി ചിക്കനും ഇച്ചിരി റവ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു എന്താ പറയുക ചിക്കൻ റവ ബിരിയാണി ഉണ്ടാക്കിയതാണ്. സാധനം വാൻ കീടുള്ള ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് എന്നെ തന്നെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഗ്രാമത്തിൽ പോവാം. ഗ്രാമത്തിൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളുണ്ട്. കാശ്മീരിലേക്ക് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് ടൂറുകളെ പറ്റി നിങ്ങൾക്കറിയാലോ. നമ്മളുടെ അടുത്ത കാശ്മീർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ വർഷം മുഴുവൻ ഇൻഡിവിജ്വൽ പാക്കേജുകളും ലഭ്യമാണ്. അതിനും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇന്നത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, അത്യാവശ്യം ഗ്ലൂമിയാണ്. ഇന്ന് മെച്ചിക്കയുടെ ആകാശത്ത് മുഴുവൻ മേഘങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് പോകുന്ന ആ ഒരു ഗ്രാമത്തിൻ്റെ പേരെന്നാ? ഡോർജിലിംഗ് എന്നാണല്ലേ. ഇതാ ഈ കാണുന്നത് ഇവിടുത്തെ പ്രൈമറി സ്കൂളാണ് കേട്ടോ. നമ്മൾ നേരെ മെച്ചുക്ക ജംഗ്ഷനിലേക്ക് വന്ന് അവിടെ നിന്ന് ഡീവിയേഷൻ എടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു വില്ലേജിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം വന്നില്ലായിരുന്നോ മെച്ചുക്കയിലെ ലണ്ടൻ ബ്രിഡ്ജ്? മെച്ചുക്ക ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് ആ ഗ്രാമത്തിലേക്ക് പോകേണ്ട വഴിയുള്ളത്. നമ്മൾ നദി ക്രോസ് ചെയ്ത് ഇപ്പം നദിക്ക് സമാന്തരമായിട്ട് തെക്ക് ഭാഗത്തേക്കാണ് കേട്ടോ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിലുണ്ടല്ലോ ഫസ്റ്റ് മെച്ചിക്കയുടെ വിശിഷ്ടമായൊരു കാഴ്ച ഇവിടെയുണ്ട്. ഒരു നാച്ചുറൽ വണ്ടർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് വിശേഷിപ്പിക്കാം അല്ലേ? ഓക്കെ, ഉണ്ടല്ലോ നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തിയില്ല. നാട്ടിലെവിടെയായിരുന്നു? എൻ്റെ നാട്ടിൽ തൃശ്ശൂർ ചേർപ്പ് എന്ന് പറയുന്ന. ഓക്കെ, ഇനിയിപ്പം എപ്പോഴാണ് ഇത് പട്ടത്തിനുള്ളതെന്ന് പറഞ്ഞാൽ? പട്ടത്തിന് എൻ്റെ ഡിസംബർ 28-ാം തീയതി. ഡിസംബർ 28-ാം 9 മണിക്ക് ചേർപ്പ് പള്ളിയിൽ. ഓക്കെ, എന്നെ വിളിച്ചിട്ടുണ്ട്, നിങ്ങളും വന്നു കേട്ടോ. നടക്കാന്നല്ലോ. ഈ ഒരു ഭാഗം ഡെവലപ്പായി വരുന്നൊരു ഏരിയ, ടൂറിസം ഏരിയ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ വഴികളൊക്കെ അത്യാവശ്യം മോശമാണ്. കാട്ടിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഇതുവഴി ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നദിയുടെ തീരത്തേക്കാണ് നമ്മൾ ആദ്യമേ വന്നെത്തുക. ഇതാ നിങ്ങളിവിടെ ഇത് കണ്ടോ, ഈ കാണുന്നത് നാച്ചുറലി ഫോം ചെയ്ത് വന്നിട്ടുള്ള മെച്ചുക്കയുടെ ഒരു എന്താ പറയുക ആകാശ മാപ്പ്. ആകാശത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു 3D രൂപമാണ് കേട്ടോ. അതിന് കാണിക്കാൻ വേണ്ടി ഞാൻ മേലെ കയറി നിന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ മെച്ചുക്ക ഭാഗത്തുള്ള പല മലകളും അതിൻ്റെ പോർഷൻസും ഇവിടെയുള്ള ആളുകൾക്ക് അത് ഏതൊക്കെയാണ് മലകൾ എന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതായത് നാച്ചുറലി ഇങ്ങനെ കല്ലിങ്ങനെ രൂപം കൊണ്ട് വന്നതാണ്. പിന്നെ ഇവരുടെ ഒരു ഇമാജിനേഷൻസും ഒക്കെ കൂടി ചേർത്തപ്പോൾ ഇവർ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഏകദേശം മെച്ചിക്കയിലെ എല്ലാ മലകളും പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മെച്ചിക്ക ആ ഒരു താഴ്വാരവും ഒക്കെ കാണുന്ന രീതിയിൽ വന്നു. അപ്പം ഇവർ വിശ്വസിച്ച് പോകുന്നത് ആ ഒരു രീതിയിൽ മെച്ചിക്കയുടെ ഭൂപടം ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു നാച്ചുറൽ വണ്ടറാണ് ഇതെന്നാണ്. ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം? എന്തേലും പറയുന്നേ? കേട്ട അറിഞ്ഞുള്ള അഭിപ്രായമുള്ളൂ. ആണല്ലേ? ഞാനിവര് പറഞ്ഞു കേട്ടറിഞ്ഞതാണ് ഇതൊരു മെച്ചുക്കയുടെ ഒരു മാപ്പ് എന്നുള്ള രീതിക്ക് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇത് ഇവരെ അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇതാക്കിയിട്ടുണ്ട്. ഇതുണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരാനുള്ള പണ്ട് കാലത്ത് സ്ഥാപിച്ച പടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം ആരംഭശൂരത്വം. മറ്റേ സാധനം ആദ്യമേ ഉണ്ടാക്കും, അത് കഴിഞ്ഞ് പിന്നെ അതിനൊരു ഇതില്ല. മേ ബി ടൂറിസ്റ്റുകളുടെ വരവ് കൂടുന്നതനുസരിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഡെവലപ്പായി വരുമായിരിക്കും അല്ലേ? യഥാർത്ഥമായ ഗ്രാമ വഴികളിലേക്ക് കടന്നു. ഇത് ഇങ്ങോട്ടേക്ക് ടാറ് വരേണ്ടതാണ്. റോഡൊക്കെ വെട്ടി തെളിച്ചിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. നോക്കിയാൽ നിങ്ങളിത് അങ്ങ് ദൂരെയായിട്ട് ആ സുന്ദരമായിട്ടുള്ള പുൽമേടാണ് എന്താണ് ആ മലയുടെ അവിടെയായിട്ട് ആ ഒരു അടിവാരത്ത് കാണുന്നില്ലേ കുറച്ചധികം വീടുകൾ? അതാണ് നമുക്ക് എത്തേണ്ട ഡോർജിലിംഗ് എന്ന് പറയുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഹിമാലയൻ ഗ്രാമം കേട്ടോ. ഡോർജിലിംഗിൻ്റെ ബോർഡ് കണ്ട് നിർത്തിയപ്പോൾ ഉണ്ടല്ലോ, നമ്മളുടെ റൈറ്റ് സൈഡിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയ പൂക്കളുടെ ഒരു എന്താ പറയുക ആ ഒരു വെള്ളയും അതുപോലെ തന്നെ ആ പിങ്ക് കളർ പൂക്കളും. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളുടെ സിറോയിലുള്ള ആ ഒരു പൂ ഇങ്ങനെ വളർന്നു വരുന്ന റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് ആ ഒരു ചെടി ഇതാണ് കേട്ടോ. ഈ പൂവാണ് അവിടെ നിറച്ചും വളരേണ്ടത്. ഇവിടെയുണ്ട് അത്. അതിനപ്പുറമായിട്ട് ചെറിയൊരു കറുപ്പ് കളർ നിങ്ങൾ കാണുന്നില്ലേ, അത് ഇവരുടെ റാഗി കൃഷിയാണ്. നമുക്ക് ഇവരുടെ കൃഷികളൊക്കെ കാണാം കേട്ടോ. അങ്ങ് മല കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ആ ഒരു ഗ്രാമമാണ് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എന്നാൽ വിട്ടോ പൊക്കോ, വിട്ടോ. ഈ പോകുന്ന വഴിക്കണ്ടല്ലോ ഈ ഒരു ഭാഗത്തായിട്ട് ഇവരുടെ നമ്മളുടെ ചോളത്തിൻ്റെ കൃഷിയും കാണുന്നുണ്ട്. ചോളത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ
ഉണ്ടല്ലോ അതിന് മേലെ നോക്കി നിങ്ങൾ ആ ഒരു ബീൻസ് ടൈപ്പ് സാധനം കൂടി ഇവർ പടർത്തി വിട്ടിട്ടുണ്ട്. അതായത് ചോളം വിളവെടുത്തതിന് ശേഷം അടുത്ത കയറ്റി വിട്ടേക്കുന്നത്. അത്യാവശ്യം നല്ല കൃഷിയുടെ കാര്യത്തിൽ ബുദ്ധിയുള്ള ആളുകളാണ് കേട്ടോ ഈ ഭാഗത്തുള്ളത്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടോ അതാ മരമല്ല ഇങ്ങനെ ഒലിച്ചു വന്ന് കിടക്കുന്നത്. ഇത് റീസെൻ്റായിട്ട്, അതായത് 2 ദിവസം മുമ്പ് ഞാനിവിടെ വരുന്നതിൻ്റെ ആ ഒരു തലേ ദിവസം നമ്മുടെ അവിടെ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായൊരു ദിവസമില്ലേ, ഇവിടെ അത്യാവശ്യം മഴ പെയ്തിട്ട് സാധനം കയ്യിൽ പോയി ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായതാണ് കേട്ടോ. അപ്പം വന്നതാണ് കല്ലേ. ഇവിടുത്തെ ഒരു മഴയുടെ ഭീകരത ഇതാണ്. നോക്കി നിങ്ങൾ, പെട്ടെന്ന് വന്ന ആ ഒരു കല്ല്. ഇവിടെയൊക്കെ അത്യാവശ്യം കുറച്ചധികം ബിൽഡിങ്ങുകൾ വേറെ ഉണ്ടായിരുന്നതാണ്, അതൊക്കെ എടുത്തിട്ട് പോയി. ഇതാ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. സൽമാൻ ഖാൻ പോയിൻ്റ് എന്നാണ് കേട്ടോ ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ പണ്ട് സൽമാൻ ഖാൻ നമ്മുടെ മെച്ചിക്ക കാണാൻ വന്നപ്പോൾ പുള്ളിക്കാരൻ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച സ്ഥലമാണിത്. ഇവിടെ വന്നിട്ടുണ്ട് ആരായാലും കുറച്ച് ഫുഡൊക്കെ കിട്ടിയാൽ കഴിച്ച് പോകും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതാ അകത്തേക്ക് വന്നു. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമ്മുടെ ലോക ഞാനിതാ സൽമാൻ്റെ പോയിന്റിൻ്റെ തൊട്ടിപ്പുറമായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ പേരിലെങ്ങനെ അറിയപ്പെട്ടാൽ ഈ സ്ഥലം അറിയാൻ പറ്റില്ലോ. ഇതാ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ തൊട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് എന്നെ ഒന്ന് മെൻഷൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടണം കേട്ടോ. നമ്മുടെ കാശ്മീരിലൊക്കെയുള്ള ആ ഒരു പുൽമേടുകളില്ലേ, ശരിക്കും ആ ഒരു രീതിയിൽ തന്നെ വന്ന് ഒരു പിക്നിക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഭാഗമേ. നൈസല്ലേ. ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കുള്ള ദൂരപ്പലക വെച്ചിട്ടുണ്ട്. നോക്കി നിങ്ങൾ, നമ്മുടെ ഡൽഹിയിലേക്ക് ഇവിടുന്ന് 2631 ഹോങ്കോങ്ങിലേക്ക് ദാ ഭാഗത്തേക്കാണ് 2124 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ. ഹോങ്കോങ് അടുത്താണല്ലോ ഡൽഹിനേക്കാളും. ഇവിടെ വേണമെങ്കിലുണ്ടല്ലോ ആളുകൾക്ക് വന്ന് താമസിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഡോർജിലിംഗ് ഗ്രാമത്തിൻ്റെ റോട്ടിലേക്ക് കയറി നമ്മൾ ഇച്ചിരി കൂടി മേലോട്ട് ചെന്ന് ആ മലയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് വേണം കുത്തനെ താഴോട്ട് ഇറങ്ങാനേ. ഇവിടേക്ക് കയറി വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ നോക്കി നിങ്ങൾ, നമ്മൾ മറ്റേ യൂറോപ്പിൽ സഞ്ചാരത്തിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ പശുക്കൾക്ക് മേയാൻ വേണ്ടി പുൽമേടൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്ന അതേ സെറ്റപ്പിൽ പുൽമേടൊക്കെ ഉള്ള സ്ഥലമേ. എന്നാ രസം. കണ്ട് ഇതൊന്നും വലിയ രസം ഫീൽ ചെയ്യുന്നുണ്ടാവില്ലല്ലേ. നമുക്ക് പോകേണ്ട സ്ഥലമുണ്ടല്ലോ ഏകദേശം എവിടെയല്ലേ, ഈ ഫ്രെയിമിനുള്ളിൽ എവിടെയോ ആണ് കേട്ടോ. വണ്ടി മേലെ വെച്ചിട്ട് നടന്നു പോകേണ്ടി വരും അല്ലേ. ഇവിടെ നിന്ന് നിങ്ങളുണ്ടല്ലോ ഒരു കാഴ്ച കാണുക. ഇത് കണ്ടോ നിങ്ങൾ, കാണുന്നത് ആ ഒരു വീടും മരത്തിൻ്റെ വീട്, അതിൻ്റെ അവിടെ അവരുടെ ഇത് കണ്ടില്ല നിങ്ങൾ, റാഗിയുടെ കൃഷി. നമ്മുടെ മീനുക്കുട്ടീനെ നമ്മൾ ആ ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് ഇനിയിപ്പം താഴോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. ഇവിടെയുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പൂക്കൾ. നമ്മുടെ വിപിൻ ബ്രോ പതുക്കെ നടന്നത് ആ ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഓൾറെഡി പരിചയമുള്ള വീടാണ്. ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഏകദേശം ഒരു കുറച്ചധികം ദിവസം വില്ലേജ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ അവർക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഗ്രാമത്തിലൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നേ. നെറ്റ്വർക്കൊന്നും ഇല്ലാത്ത ഇങ്ങുള്ള ഏരിയയിലുള്ള ഗ്രാമത്തിൽ. അവിടെ വീട്ടുകാർക്കൊക്കെ അറിയാം. ഇവരുടെ മറ്റൊരു കൃഷിയിടം നമ്മളുടെ ചോളമാണ്. ഇതെന്തോ പഴയ വീടാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്തോ ഒരു തലയോട്ടി ടൈപ്പ് സാധനം കാണുന്നുണ്ട്. മിഥുനോ അല്ലെങ്കിൽ കാട്ടുപോത്തോ സംതിങ് എന്തോ ഒരു സാധനമാണ്. നല്ല മരപ്പലക വിരിച്ച പാലത്തിൽ കൂടെ നമ്മൾ നടന്ന് പതുക്കെ ഇവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് മരത്തിൻ്റെ ഗേറ്റ് ഇങ്ങനെ തുറന്ന് അകത്തേക്ക് കിടക്കും. ഹലോ നമസ്തേ. സുഖാണോന്ന് ഇവരുടെ ഭാഷയിൽ എങ്ങനെ ചോദിക്കുക? വലിയ പടിയാ കൈസേ ഹേ അച്ഛാ. ഹിന്ദി മതി, നമുക്ക് ഹിന്ദിയാണ്. ഇതിൻ്റെ പുറകിലൊരു കുഞ്ഞുവാവ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ മില്ലറ്റ്, നമ്മളുടെ റാഗി ഇവർ പറിച്ച് ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. വാവ്, മരം കൊണ്ടുണ്ടാക്കിയ വീടാണ്. ഇതുണ്ടല്ലേ നിങ്ങൾ, മരം പലക കൊണ്ടുണ്ടാക്കിയ വീട്. അതുകൂടാതെ ഇവർ പല സാധനങ്ങളും ഇന്ന് കൃഷിയിടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് പലതും ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിവിടുത്തെ ഈ വഴുതനങ്ങയുടെ ഒരു ചെറിയ ടൈപ്പ് സാധനമാണ്, അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഉണ്ടമുളക് ടൈപ്പ് സാധനമില്ലേ അത്. പിന്നെ നേരത്തെ കാണിച്ചു തന്നില്ലേ ഞാൻ ആ ഒരു വള്ളിപ്പടർപ്പ് പയർ, അത് ഒക്കെയുണ്ട്. നൈസ്. പിന്നെ 24/7 വാട്ടർ. ആദ്യം വീട്ടിലോട്ട് വരട്ടെ. യെസ്, മരത്തിൻ്റെ ബേസ് അടിച്ചിട്ടുള്ള കുഞ്ഞു കുട്ടി വീട്. ഇത് ഇവരുടെ സ്റ്റോർ റൂം സെറ്റപ്പ്. അടുക്കള, ഇവരുടെ ചെറിയ കുട്ടി അടുക്കള.
നൈസ്. പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഷൂട്ട് ചെയ്യാലോ അല്ലേ? ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു. അവര് പറയണ ആദ്യം വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് തുടങ്ങാന്നാ. ഓക്കെ, ഇത് നമ്മളുടെ ദീദി അല്ല ഇസ്കാ നാം ക്യാ തിർക്കം. ഒരു ഫ്രൂട്ട്സാ. ഇതിന്റെ വേറൊരു പേര് എനിക്ക് അറിയായിരുന്നു, മറന്നു. ഫേമസ് ഫ്രൂട്ടാ. കഴിച്ചു നോക്ക്. തിരി എന്നിട്ട് പറയാ പുളിയും ഒക്കെ കൂടിയായിട്ടുള്ള ഒരു സംഭവമാണ്. ചെറുത് മതി. എനിക്ക് തോന്നുന്നത് ഇതിനൊരു പേരുണ്ടായിരുന്നു, എനിക്ക് അറിയായിരുന്നു, മറന്നുപോയി. ഓ നൈസ്. ഇതുണ്ടല്ലോ എന്താന്ന് വെച്ചാല് നമ്മൾ പണ്ട് രവി ഭയ്യയുടെ അടുത്ത് പോയത് നിങ്ങൾ ഓർക്കുന്നില്ലേ? രവി ഭയ്യയുടെ ബന്ധു വീട്ടിൽ പോയ സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഉപ്പും മുളകും ഇട്ടിട്ട് ഇതിന്റെ പച്ച സാധനം കഴിച്ചിട്ടുണ്ട്. ഇനി അത് ഉണക്കിയിട്ടുള്ളത് ഈ തിരുക്കം തന്നെ ഉണക്കി വെച്ചിരിക്കുന്നത് സുഖാക്കര. इसमें क्या बनाते हैं? ऐसे सुखा के ऐसे का क्या है? നൈസ്. കൊള്ളാല്ലേ? इसको पहले पियो ना. ओके. ഇവിടെ ഒരു കുഞ്ഞു നാം क्या है वो बच्चे का? जॉन. जॉन. जॉन समझो. हालाला टुंगर चिकर चिकर टो. आओ चिरची. हमको भी जो हम लोग को भी. ये इसमें आएगा യൂട്യൂബ് में. നല്ല ലോങ് ബിൽഡിംഗ് ആണ് കേട്ടോ. അത് അങ്ങ് വരെയുള്ള മരത്തിന്റെ അടിയിൽ കണ്ടില്ലെങ്കിൽ കോൺക്രീറ്റിന്റെ ഇതാണ്. ഇവിടെ മരമല്ല, കോൺക്രീറ്റിന്റെ തൂണടിച്ചിട്ടാണ് ഇവര് വീട് അതിന്റെ മേലെ ബേസ് ഉണ്ടാക്കിയേക്കുന്നത്. വേറെ കൃഷിയിടത്തിലെ കത്തിയ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ട ചോളം ഒരു സെറ്റാക്കി. നമ്മുടെ വെണ്ടക്ക, ബീൻസ്, ഇത് ഇവിടെ തന്നെ ഉണ്ടായ തക്കാളിയാണ്. ഓ നെയ്ച്ചായി, അത് കൊച്ചിന്റെ സ്നഗ്ഗിയാ. അത് ഇവിടെ ഉണ്ടാക്കിയതല്ല, അത് പുറത്തുനിന്ന് വാങ്ങിയതാ. ഇതാണ് നമ്മുടെ ആദ്യം തന്നെ നമ്മൾ അടുക്കളയിലോട്ടാണ് വരുന്നത്. അങ്ങനൊന്നും ഇല്ലല്ലേ? യെസ്, ആദ്യം തന്നെ നമ്മൾ അടുക്കളയിലോട്ടാണ്. നേരത്തെ കണ്ടതല്ല, ഉള്ളിൽ വേറെ അടുക്കളയുണ്ട്. തണുപ്പ് കാലത്തൊക്കെ ഇവിടെയൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലമാണ് അല്ലേ? മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലമല്ലേ ഇതല്ല? അപ്പോൾ ഇതൊക്കെ കത്തിച്ച് ഇതിന് ചുറ്റുമായിട്ട് ഇരുന്ന് ചൂടൊക്കെ കൊണ്ട് ഞാൻ നേരത്തെ കാണിച്ച മില്ലറ്റ് കൊണ്ട് പ്രത്യേക ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതാ സാധനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴതാ ഇരിക്കുന്ന ഇത് അതിൻ്റെ അകത്താണ് ഉണ്ടാക്കുക കേട്ടോ. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാങ് എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രത്യേക തരം ദ്രാവകം. അത് കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ടേക്ക് കടന്നു വരുമ്പോഴത്തേക്കും ഇത് എന്താ പറയുക, വലിയൊരു ഹാളാണ്. ആ ഒരു വലിയൊരു ഹാളിൻ്റെ ഇവിടെ തന്നെ ഇവിടെയുണ്ട് നടുക്ക് ഇതാ അടുപ്പ്. ഇത് അടുക്കളയല്ല, ഇത് ഇങ്ങനെ ചൂട് കായാൻ വേണ്ടി കൂടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവർ ഇതാ ഇതും കൂടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഗസ്റ്റൊക്കെ വരുമ്പം ഇതാ ഇവിടെ ഇരുന്ന് ഹായ് തോക്കുണ്ടല്ലോ, അമ്മ ഡബിൾ ബാറിൽ കണ്ണ്, തോക്ക്, വാള് ഫുള്ള് സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ ചെന്നാലും ആദ്യം കുറച്ച് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ട് വേണം. ചോളം ഇവരിതാക്കിയതല്ലേ? ഗരം ഫ്രൈ കർക്കെ ചൂടാക്കി അത് ഒരു ഉരലിട്ട് ഇടിച്ച് സെറ്റാക്കിയിട്ടുള്ള സാധനം. നമ്മളിനിയിപ്പോൾ ഉണ്ടല്ലോ ജസ്റ്റ് ഇവരുടെ കൃഷിയിടത്തിലോട്ടൊന്ന് നടക്കാനായിട്ട് ഇറങ്ങാവാണ്. എന്തൊക്കെയാണ് ഇവർ കൃഷി ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അടുത്തറിയാലോ. കണ്ട വീടിൻ്റെ സൈഡിൽ ഇവർ നമ്മളുടെ എന്താ പറയുക മത്തങ്ങ, നമ്മളുടെ അല്ല ഇവരുടെ മത്തങ്ങ കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോളം നമ്മളിപ്പോൾ കഴിച്ച ചോളം അല്ലേ? ഓ അതിൻ്റെ ഉള്ളിൽ കോളിഫ്ലവറിൻ്റെ കൃഷിയുണ്ട്. वो मिलेट है क्या? लकड़ी का ना ना ना, ये वाला घास वाला क्या? ये वाला ये क्या है? उल्ली मीमू. हाँ कहता है मीमू मीमू नींबू बोलते हैं हम लोग का, कहता है मीमू. कहता है.
എന്താ മീമു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഓക്കെ, നമ്മളിതാ ഇവരുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി. നമ്മുടെ ചോളമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാ നമ്മുടെ ചേമ്പില്ലേ, ചേമ്പ് എല്ലാം ഉണ്ട്, ഫുള്ള് മിക്സഡ് ആണ് കേട്ടോ, ഒന്നിനും ഒരു കുറവുമില്ല, എല്ലാം ഒരുമിച്ചാണ്. പിന്നെ കൂടാതെ നമ്മളുടെ ക്യാബേജ്, ഇതൊക്കെ ഉണ്ടോ, ക്യാബേജ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ നട്ടിട്ടുണ്ട്. അതുകൂടാതെ നമ്മളുടെ വെള്ളരി, നമ്മുടെ അല്ല കേട്ടോ, അല്ല ഇവരുടെയാണ്. വെള്ളരി. ഇതിന് മരുന്നടിക്കാത്തതുകൊണ്ട് തന്നെ മറ്റേ പുഴുക്കൾ വന്ന് തിന്നുന്നുണ്ട് കേട്ടോ. നൈസ്. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, ഇതാ ഇവിടെ വന്നിട്ട് ഇതാ ഇവരുടെ നമ്മുടെ ബീൻസ്. നൈസ്. എല്ലാം കൂടി ഇവർ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഇലയെല്ലാം എന്തോ ഒരു പ്രാണി വന്ന് തിന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇതിനെന്തോ മരുന്ന് കടിക്കണം എന്ന് തോന്നുന്നല്ലോ. ഇത് ഇവർക്ക് ഈ ഒരു സമയത്ത് മാത്രമേ, ഇനിയിപ്പോൾ ഒരു എന്താ പറയുക, നവംബർ വരെയൊക്കെ, ഒക്ടോബർ ലാസ്റ്റ് വരെയൊക്കെ മാക്സിമം പോവുമായിരിക്കും. കാരണം അതിനിടയ്ക്ക് തന്നെ നല്ല തണുപ്പാവും, മഞ്ഞ് വരും, മൈനസ് ടെമ്പറേച്ചറിലോട്ടൊക്കെ പോവും. വെണ്ടക്ക ഇത് മരുന്നടിക്കാതെ ആയിരിക്കും. ഒരു ചെറുത് ഞാൻ പറിച്ച് നോക്കട്ടെ, പുഴു ഉണ്ടാവും. ഇനിയിപ്പോൾ ജഗതി അതിൻ്റെ അകത്ത് നിന്ന പോലെ ആവുമോ? ടെമ്പറേച്ചർ വല്ലാണ്ട് ലോ ആയോ. അന്നേരം ഈ പറ്റുന്ന കുറച്ച് സമയത്തേക്കുള്ള പെട്ടെന്നാവുന്ന ടൈപ്പ് കൃഷികളെ ഇവർക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ സബർജില്ല ഉണ്ട്, സബർജില്ലി. ഷൂട്ടിങ് മാത്രമേ ഉള്ളല്ലേ. പക്ഷെ എനിക്കിങ്ങനെ ഇടയ്ക്കൊരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഞാനിങ്ങനെ പറിച്ച് കാണിക്കും. അതിൻ്റെ പേര് തിന്നും കൂടി ചെയ്യാലോ. എന്തായാലും കൊള്ളാം. അയ്യോ, വേറൊരു സാധനം ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാവേ. ഇത് നോക്കി നിങ്ങൾ, ഇതിവിടുത്തെ വെള്ളരിയാണ്. പക്ഷേ വെള്ളരിയുടെ ഒരു കളർ നോക്കി നിങ്ങൾ, ഓറഞ്ച് കട്ടയ്ക്ക് ചേർന്നിട്ടൊരു ചുവപ്പ് പോലെ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉള്ളതാണോ എന്തോ. എൻ്റെ പൊന്നെ, ഇതാ നമ്മളുടെ ഈ ഒരു ഭാഗത്തുള്ള ഒരു മുളകാണ്. ആക്ച്വലി കഴിഞ്ഞ ദിവസം ഞാൻ ചിക്കൻ കറി വെച്ചപ്പോൾ ഇതുപോലത്തെ ഒരു മുളക് എടുത്തിട്ടു. എരിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീകരമായ എരിവായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ വന്നിട്ട് കഴിച്ചു നോക്കി, എല്ലാവരും നല്ല രീതിക്ക് വലിക്കുന്നുണ്ടായിരുന്നു എരിവ് കാരണം കേട്ടോ. ഒരാളിവിടെ ഉണ്ടല്ലോ, ഒരു റഷ്യൻ നിർമ്മിത ബൈനോക്കുലറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇവർ കടന്നു വരുന്നുണ്ടോയെന്ന് നോക്കുന്നതാ. റഷ്യൻ നിർമ്മിതം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മേളിൽ തന്നെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് റഷ്യ എന്ന് പറഞ്ഞിട്ട്. അതായത് അങ്ങനെയുള്ള ആ ഒരു മലയൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവരുടെ പിന്നെ പശുക്കളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നിരീക്ഷിക്കാൻ പറ്റും. ഇവിടെ നിന്ന് അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് തിന്നുന്നുണ്ടോ, ചൈന നാലും വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. കാണുന്നുണ്ടോ ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ പീലി, അതൊക്കെ കാണാൻ പറ്റുമോ? ഒരു കടന്നുകയറ്റൊന്നും ഇല്ല ഇപ്പോൾ. ആണല്ലേ. ഞാനേ ഫുള്ള് ടെസ്റ്റിങ്ങാണ്. സബർജിലേക്ക് കറക്റ്റാണോ, ടേസ്റ്റൊക്കെ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇവരോട് പറയാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ഉണ്ടല്ലോ, ഇവരിവിടെ നമ്മുടെ ചീനിക്കിഴങ്ങില്ലേ, ചൈനക്കിഴങ്ങ്, ആ ഒരു കിഴങ്ങും ഇതാ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല വെള്ള ചീനിക്കിഴങ്ങാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ടതാ ചീനിക്കിഴങ്ങ്, നൈസല്ലേ. അങ്ങനെ കൃഷിയിടം വിസിറ്റ് ചെയ്തു, വയറ് അത്യാവശ്യം നിറഞ്ഞു. നിങ്ങളുടെ മനസ്സറിഞ്ഞില്ലേ, കണ്ടില്ലേ ഇവിടുത്തെ കൃഷിയിടത്തിൽ ഇവർ എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്നുള്ളത്. ചിന്തിച്ച് നോക്ക്, ഇവിടെയെല്ലാം നല്ല അടി ഫ്രൂട്ടിൽ മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. എന്തായാലും അങ്ങനെയുള്ള സ്ഥലത്ത് ഇവർ കൃഷിയൊക്കെ ചെയ്ത് ഇവർക്ക് വേണ്ട സാധനങ്ങൾ ഇവരുണ്ടാക്കിയെടുക്കുന്നുണ്ട്. മഞ്ഞുകാലത്തേക്ക് വേണ്ടതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഇവിടെ ഉണക്കി ഇതൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കും. മത്തങ്ങ കാണിച്ചു തരാം. എന്നിട്ട് മഞ്ഞുകാലം വരുമ്പോൾ എടുത്ത് കഴിച്ച് കുറേശ്ശെ കഴിക്കും. എന്താ മത്തങ്ങ കിടക്കുന്നുണ്ടോ, എന്നാ ഒരു കളറാണ് മത്തങ്ങയ്ക്ക്. അതേ മത്തവർഗത്തിൽ പെട്ടത് വേറെ പറയിപ്പിക്കാനായിട്ട് വേറൊരു കളറിൽ, ഇത് കളർ ഇത് അവിടെ അടുത്തവൻ വേറൊരു കളറല്ലേ. ഇവരൊന്നും സെയിം കളറല്ല കേട്ടോ, എല്ലാവരും വ്യത്യസ്തം, എല്ലാവരും വെറൈറ്റിക്കാരാണ്. ആരും ഒരേപോലെ കോപ്പി എടുക്കത്തില്ല, മാറ്റിയേ കളർ ഉണ്ടാക്കത്തുള്ളൂ. അവിടെ ഒരാൾ കുറേ നേരമായിട്ട് ചൈനയിൽ നാൾ വരുന്നുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കുന്നുണ്ട് കേട്ടോ. രാജേഷിനെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതല്ലേ. ഇതാ നമ്മൾ ഈ കാണുന്ന ഈ വലിയ വീടില്ലേ, ഇത് വന്നിട്ട് ഇവരുടെ കോഴിയുടെ വീടാണ്. കോഴിയുടെ വീടിന് കോഴിക്ക് സ്വന്തമായിട്ടൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട്, കണ്ടില്ലേ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് എന്താ ഈ ഒരു ഗേറ്റ് കടന്ന് നമ്മൾ അപ്പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഗേറ്റ് കടക്കണം പക്ഷെ തുറക്കട്ടെ,
ഇത് കടന്ന് നമ്മൾ അപ്പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ പട്ടിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഇത് ഇവരുടെ പശുവിൻ്റെ തൊഴുത്താണ്. പക്ഷേങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ പശുവൊന്നും ഇല്ലല്ലോ എന്നേ. പശുവൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, പുൽമേട് അവിടെ ആയിട്ട് മേയാനായിട്ട് പോയിട്ടാണ് കേട്ടോ ഉള്ളത്. വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ നടന്ന് ക്ഷീണിച്ച് 2 ദിവസമൊക്കെ കഴിയുമ്പോൾ അവർ തിരിച്ചു വരും കേട്ടോ. ഇതെല്ലാം അതിൻ്റെ തൊഴുത്തുക്കളാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം എന്താ പറയുക, പശു മൃഗങ്ങളെയൊക്കെ അത്യാവശ്യം ഇങ്ങനെ തൊഴുത്തൊക്കെ കെട്ടി വളർത്തുന്ന രീതി ഇവർക്കുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ താഴെ കണ്ട പ്ലെയിൻ ഏരിയകളിലൊന്നും അങ്ങനെ ഒരു സ്വഭാവം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഈ റോഡിലൊക്കെ പശുക്കളെ തിരിഞ്ഞ് നടക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇത് ഇവരുടെ ഗ്രാമത്തിലെ വീട്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം മെയിനായിട്ട് താമസമുള്ളത് മെച്ചിക്കയിലാണ്. ഓക്കെ, കൃഷിയിടത്തിലേക്ക് ഇവരുടെ വീട്ടിലേക്കും പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങോട്ട് വരും അല്ലേ? ഇവരിലധികം ആൾക്കാരും ഇപ്പം യങ് ജനറേഷനൊക്കെ ഗവൺമെൻറ് ജോലിക്കാരാണ്. ഒരുവിധ ആൾക്കാരൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഇവരൊക്കെ ബസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആടും കോഴിയും പിന്നെ കൃഷി സ്ഥലങ്ങളും അതൊക്കെ ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇവര് അവിടെ നിന്ന് ഈ സിറ്റി ലൈഫ് മടുക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നോക്കി നിങ്ങൾ ശാന്തമായിട്ടുള്ള ലൈഫിൽ കുറച്ചധികം ദിവസം താമസിച്ച് ഇവരുടെ മൃഗങ്ങളോടൊക്കെ 2 വർത്താനമൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ചിട്ട് വീണ്ടും തിരിച്ച് അങ്ങോട്ട് വരും കേട്ടോ. ഇവർക്ക് 2 വീടുണ്ടാവും, മനസ്സിലായില്ലേ? പിന്നെ ഇവിടങ്ങളിലൊക്കെ വെള്ളം നിങ്ങൾക്ക് അറിയാലോ, അല്ല മലമേളിൽ നിന്ന് ഉറവയിൽ നിന്ന് കുത്തിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും പൈപ്പ് അടയ്ക്കുന്ന പരിപാടിയില്ല. അടച്ചിട്ടുണ്ട് പൈപ്പ് ബ്ലോക്കായി ഇപ്പോൾ 24 മണിക്കൂറും വെള്ളം ഇങ്ങനെ തുറന്ന് വിടണം. പിന്നെ ഇതെല്ലാം ഇവരുടെ എന്നാൽ വീടിൻ്റെ വെറും ബാക്ക്യാർഡാണ്. ബാക്ക്യാർഡിൻ്റെ ഒരു വ്യൂ നോക്കുക നിങ്ങൾ. വെറുതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം നല്ല പൂക്കളൊക്കെ വന്ന് നിറഞ്ഞ് നല്ല സുന്ദരമായിട്ട് കിടക്കും കേട്ടോ. നമ്മുടെ ജോൺമോൻ അവനെ കെട്ടിനിറക്കിയ വേറെ അയൽപക്കത്തുള്ള വേറെ ആളോട് വന്നിട്ടുണ്ട്. ഇവരെല്ലാം കൊച്ചിനങ്ങളെ എടുക്കുന്ന കണ്ടില്ല നിങ്ങൾ, പുറകിൽ ഇങ്ങനെ കെട്ടി സെറ്റാക്കി. ഹായ് ജോൺ, ആവോ ഇങ്ങോട്ട് വാ മോനെ, ബാ ഇങ്ങ് വാ. കുട്ടീൻ്റെ അടുത്ത് പോകുമ്പോൾ കുട്ടിയാവണമെന്നാണ് പറയാറ്. ഇനിയിപ്പോൾ ഗർഭിണിയുള്ള സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മൾ ആ ഒരു ഗർഭിണിയായി മാറണം. അങ്ങനെയാണ് അല്ലേ? വെള്ളരിക്കയോ കഴിക്കാം? എന്നാൽ ഇനിയിപ്പോൾ വെള്ളരിക്ക കഴിക്കാം. നമ്മൾ കഴിച്ച സവർജിൽ ഞാൻ വാചകം അടിച്ചടിച്ച് അതിൻ്റെ എനർജി അങ്ങ് പോയി. അപ്പോൾ ഇതിൻ്റെ അമ്മ എവിടെയാ പോയിട്ടുള്ളത്? ബാക്കി അവരെല്ലാം പണിക്ക് പോകും. പുതിയൊരാൾ വന്നിട്ടുണ്ട്. नाम कुछ या बच्चा का नाम क्या है? जॉन. ये भी जॉन है. बॉब है. वो നല്ല രസമല്ലേ ഇവരുടെ പിള്ളേരുടെ മുഖം കാണാൻ വേണ്ടിയിട്ട്. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതാ പറമ്പിൽ നിന്ന് പോയി പറിച്ചിട്ട് വന്ന വെള്ളരിക്കയാണ്, നല്ല ഫ്രഷ് സാധനം. ഞാനിത് എടുത്ത് ഇങ്ങനെ വായിലോട്ട് വെക്കുമ്പോൾ ഇവനെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊതിവിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഇത്രയും നേരം പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഇവൻ്റെ ഒറിജിനൽ പേര് തോമസ് എന്നാണ് കേട്ടോ. നമ്മുടെ അമ്മൂമ്മയ്ക്ക് പേര് ഇച്ചിരി ഒന്ന് ഒരു എന്താ പറയുക മാറിപ്പോയതാണ്. തോമസ് മോനെ നേരത്തെ വിളിച്ച പേര് അതുകൊണ്ടാണ് സീരിയസ് ആയത്. വൻചിരിയാണ് കേട്ടോ, വൻചിരി. വാ തുറന്നുള്ള ചിരി, പല്ലില്ല എന്നുള്ളത്. എന്റെ സിനിമ ഷൂട്ട് ചെയ്യണേന്ന് അറിഞ്ഞപ്പോ അവൻ ചിരിച്ചു തുടങ്ങി. ഫിലിം ബനാറേ. ओके टाटा बाय बाय. थॉमस टाटा. बुलाने आए हम. थॉमस ना जॉन. ओके जॉन टाटा बाय बाय. बाय बाय करो. शेक हैंड. തോമസ് എന്തിനാ കാര്യം? നമ്മൾ പോകുന്നോണ്ട് കാര്യമാണോ? हम जा रहे हैं इसलिए रो रहे. ടാറ്റാ. मत जाओ करके. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരുടെ വീട്, ഇവരുടെ കൃഷിയിടം ഒക്കെ ഞാൻ കാണിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ വീണ്ടും വഴി പറഞ്ഞ് ഏതാണ് ഷോപ്പ് തുറന്ന് കണ്ട് എന്തൊക്കെ വിൽക്കണേന്നൊക്കെ എന്നത് കാണാം. ഇപ്പം ഈ ഒരു ഭാഗത്തുണ്ട്, ഇത് കണ്ടോ പീടികാമുറി. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഗ്രാമത്തിലെ ഒരേ ഒരു ഗ്രോസറി ഷോപ്പ്, അത് ഇവരുടെയാണ്. അപ്പോൾ ഇത്രയും ദൂരം ഇവർ എന്തൊക്കെ സാധനങ്ങളെ കൊണ്ടുവന്ന് വിൽക്കുന്നതെന്നും കൂടി കണ്ടിട്ട് നമുക്ക്
ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇതുകൊണ്ട് നിങ്ങൾ ഇത് മഞ്ഞുരുകി വരുന്ന വെള്ളങ്ങളാണ് നിങ്ങൾ. ഒപ്പം അങ്ങനെ വല്ലപ്പോഴൊക്കെ തുറക്കുള്ളൂ അല്ലേ? ആരെങ്കിലും വരുമ്പോ ആൾക്കാർ വരുന്നതിനനുസരിച്ച് തുറന്ന് സാധനം എടുത്ത് കൊടുക്കും. ഓക്കെ, ഇത് ഇവിടുത്തെ പൂച്ചയാണ് കേട്ടോ. ഇവന് കണ്ണ് കാണത്തില്ല. ഇവിടെ പോ പരിചയപ്പെടുത്തിട്ട് ഇങ്ങോട്ട് നോക്കടാ. പ്രീമി അല്ല. യെസ്, ഇതാണ് ഇവരുടെ പലചരക്ക് കട. ഇതാണ് കണ്ട തമാശ് ബിസ്ക്കറ്റ് അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ ഫ്രൂട്ടി, പിന്നെ പിള്ളേർക്ക് വേണ്ട സാധനങ്ങൾ, സോപ്പ് പൊടി, ഉപ്പ്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് കാണുന്നതാണ് ഈ ടിന്നിലിട്ട് വെച്ചേക്കുന്ന ഈ മീനുകളില്ലേ, മീൻകറി അതുപോലത്തെ സാധനങ്ങൾ. പിന്നെ ഇതെന്താ മെഴുകുതിരി, മറ്റ് സാധനങ്ങൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ഷോപ്പിലൊക്കെ കാണുന്ന ടൈപ്പ് സാധനങ്ങൾ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് വേറെ സ്റ്റോർ റൂം. പിന്നെ ഇച്ചിരി കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചേർന്നാണ് കേട്ടോ ഇവരുടെ ഇവിടുത്തെ കുട്ടി തൂക്കാൻ. ആളുകൾ വരുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ഈവനിങ് ടൈം അങ്ങനെ ആളുകളൊക്കെ കൃഷിയിടത്തു നിന്നൊക്കെ പോയി തിരിച്ചു വരുന്ന ഒരു സമയം നോക്കിയിട്ടൊക്കെ മാത്രമേ തുറക്കത്തുള്ളൂ. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഫുൾ ടൈം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാനായിട്ട് ആരും ഇല്ല കേട്ടോ. ഇതാ നമ്മുടെ വീട്ടിലെ പന്നിക്കുട്ടന്മാരുണ്ടല്ലോ, ഇതാ ആ ഒരു മലയുടെ മേലേക്കായിട്ട് മേഞ്ഞ് നടക്കുന്നുണ്ട്. ഇനിയിപ്പം തിരിച്ച് നമ്മളുടെ മലയിറക്കമാണ്. നമ്മൾ നേരെ മെച്ചുക്ക വാലിയിലേക്ക് പോകും. ഇതും മെച്ചുക്ക വാലിയുടെ കണക്റ്റഡ് ആയിട്ടുള്ള വാലി തന്നെയാണ്. എന്നാലും അവിടെ നിന്ന് കുറച്ചധികം കിലോമീറ്ററുകൾ നമ്മൾ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് ആ ഒരു റൂട്ടിലോട്ട് തന്നെ പോകാം കേട്ടോ. നമ്മളെ എല്ലാ കൃഷികളും കാണിച്ചു. അതിലിടയ്ക്ക് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കൃഷി കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ രാഗി, യെസ്, അത് കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ്. ഇത് വന്നിട്ടുണ്ടല്ലോ ഇവിടെയുള്ള ഒരു ടിബറ്റൻ മതവിശ്വാസികളായിട്ടുള്ള അവരുടെ വീടാണ്. ഈ ടിബറ്റൻ അവരുടെ ആ ഒരു ട്രൈബിനെ പറയുന്നത് മെമ്പ എന്നാണ് കേട്ടോ. മെമ്പ ട്രൈബാണ്. പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള ട്രൈബ്സ്, അതായത് ആദി ട്രൈബ്സ് എന്നാണ് ആ ബാക്കിയുള്ള ട്രൈബ് അവരറിയപ്പെടുന്നത്. താറാവൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് കയറായിരുന്നു. ആരും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യുക, നമ്മൾ ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് പോകാം. പിന്നെ നിങ്ങൾക്കും എനിക്കും ഇവരുടെ ഭാഷ മനസ്സിലാവാത്തതുകൊണ്ട് തെറിയാണെങ്കിലും നമ്മളത് വിഷ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അങ്ങോട്ട് എടുത്ത കാര്യങ്ങൾ കഴിഞ്ഞു. എന്താ വേലിയുണ്ട്. വേലിത്തോട്ടത്തിന് അപ്പുറമായിട്ട് ഇത് കണ്ടങ്ങൾ, ഇതാണ് നമ്മളുടെ റാഗി കേട്ടോ. കണ്ടില്ലേ? ആരെയും കാണാത്തതുകൊണ്ട് നമ്മളോട് തന്നെ പെർമിഷൻ വാങ്ങി ജസ്റ്റ് ഒന്ന് ഗേറ്റ് തുറന്ന് ഇതാ ഒന്ന് അകത്തോട്ട് കടന്ന് ദിസ് ഈസ് അവർ റാഗി. റാഗി ഇങ്ങനെയാട്ടോ ഉണ്ടാവുക. ഇതിപ്പം ഏകദേശം വിളവെടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇതാ റാഗിയുടെ ചെടി അതിൻ്റെ മേലെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മുടെ പുല്ലില്ലേ, ശരിക്കും ഇതെല്ലാം പുല്ലുവർഗത്തിൽപ്പെട്ട തന്നെ സാധനം. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതാ മേലെ ഇതിങ്ങനെ റാഗി ഉണ്ടാകും. ഇവരിതിങ്ങനെ എടുത്ത് ഇത് പിന്നീട് സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഉണക്കി ആണ് റാഗിയായിട്ട് മാറ്റിയെടുക്കുക. ഇത് നമ്മൾ അവിടെ കണ്ട അവിടുത്തെ അമ്മൂമ്മ പറഞ്ഞില്ലായിരുന്നു, എന്തോ ഒരു പേര് പറഞ്ഞു ഇത് എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. ഉള്ളി വെളുത്തുള്ളിയുടെ ഇത് അവിടെ നിന്നൊരു അപ്പൂപ്പൻ നോക്കുന്നുണ്ട്. അത് അകത്തോട്ട് കയറണ്ട. അപ്പൂപ്പനോടൊന്ന് സംസാരിച്ച് അപ്പൂപ്പനെ ഒന്ന് കയ്യിലെടുത്തിട്ട് നോക്കാം അകത്തോട്ട് കയറാം. അവിടെ നിന്ന് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഡൺ ഡീൽ. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കയറാം. വേണമെങ്കിൽ 2-3 റാഗി പറിച്ച് തിന്നും ചെയ്യാം. ഞാൻ ഒന്നുകൂടി വീണ്ടും അതിലായിട്ട് ഞാൻ പുള്ളിനെ കണ്ടിട്ട് ഇപ്പുറത്തോട്ട് വന്നതാണ്. ഓക്കെ, ഇവിടെ വേറൊരു കാഴ്ചയുണ്ട്. ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത് റാഗിയുടെ സൈഡിൽ കൂടി നമ്മളിങ്ങനെ നടന്ന് ഇവിടെ തുമ്പിയൊക്കെ ഉണ്ട് കേട്ടോ. തുമ്പി, കുറേ പൂമ്പാറ്റകൾ, പിന്നെ എയർ പൊല്യൂഷനൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇല്ലാത്തൊരു ഏരിയ ആണിത്. വേറെ ഇതുണ്ടോ, ഇതെന്തത് കമ്മൽപ്പൂവോ? കമ്മൽപ്പൂ അല്ലല്ലോ, വേറെന്താ പൂവാണല്ലോ. മുളക്. പക്ഷേ ആ ഒരു സാധനം ഞാൻ ഉദ്ദേശിച്ചതല്ല കേട്ടോ. അവിടെ ഒരു വെള്ള കളർ ഒരു പൂ പോലത്തെ സാധനം കാണുന്നുണ്ട് നിങ്ങൾ. ആക്ച്വലി ഇങ്ങ് ലഡാക്ക് സൈഡിലേ ഇതുപോലെ തന്നെയുള്ള ഈ റാഗിയുടെ തന്നെ മറ്റൊരു വകഭേദ സാധനം, റാഗിയുടെ വകഭേദമല്ല, വേറെ ഒരു ഇതാണ്, ധാന്യമാണ്. അതുപോലത്തെ ഈ ടൈപ്പ് കളറുള്ള പൂവിൻ്റെതുണ്ട്. ഞാൻ വിചാരിച്ചു അതാണെന്നോ, അത് കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്തുള്ള കൃഷികളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മളുടെ വിപിൻ ബ്രദറിനെ ഇവിടെ കിട്ടിയത് എന്താ പറയുക, ഭയങ്കര വലിയൊരു ഭാഗ്യമായി. കാരണം പുള്ളി ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ പല സ്ഥലങ്ങളും അറിയാനും അതുപോലെ തന്നെ ഇങ്ങനെ ഇൻറ്റീരിയർ വില്ലേജുകളിലേക്ക് വരാനും ഒക്കെ സാധിച്ചു. പുള്ളിക്കാരനുണ്ടല്ലോ ഇനിയിപ്പം കുറച്ച് ദിവസങ്ങളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇത് കഴിയും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരും. ഞാൻ വരുന്നതിന് അത്രയും നാൾ മുമ്പ് വരെ പുള്ളി ഒറ്റയ്ക്കായിരുന്നു. ഇവിടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നുമില്ല. വല്ലപ്പോഴും മാത്രം നെറ്റ്വർക്ക് വരുന്ന
ഇങ്ങനെ കാറ്റടിച്ച് അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലുമൊക്കെ ഇതുള്ള സമയത്ത് ചെറിയ ആഴ്ചയിൽ ചിലപ്പം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങനെയൊക്കെയുള്ള ടൈമിലാണ് ആ ഒരു സമയത്തൊക്കെ വീട്ടിലോട്ട് വിളിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ എന്താ പറയുക, ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാട്ടുകാരൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ടുള്ള എന്താ പറയുക ആ ഒരു ബന്ധങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവരോടൊക്കെ മിങ്കിൾ ചെയ്ത് ഈ ഒരു ലൈഫ്, ഇവിടുത്തെ ഒരു ജീവിതം യഥാർത്ഥമായിട്ട് അവരൊക്കെ അനുഭവിക്കുകയാണ് കേട്ടോ. ശരിക്കും അവരെയൊക്കെ നമ്മൾ സമ്മതിച്ചേ മതിയാകും. എന്തായാലും വായോ, നമുക്കിനിയിപ്പം മുമ്പോട്ടേക്ക് പോവാം. എന്നാലും എൻ്റെ വെളുത്തുള്ളി, നീ നമ്മളെ പറ്റിച്ചു കളഞ്ഞല്ലോ. വെളുത്തുള്ളി ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉടമ അപ്പൂപ്പൻ. നമസ്തേ, ആപ്കാ നാം ക്യാ ഹൈ? ഓക്കേ. നമ്മുടെ റിട്ടേൺ ഉള്ള പോക്ക് വന്ന വഴിയല്ല, നമ്മൾ വേറൊരു വഴി പിടിച്ചിട്ടുണ്ട്. ഈ ഒരു വഴിയുണ്ടല്ലോ, നമ്മളുടെ ഇവിടെയുള്ള ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഉള്ള വഴിയാണ്. ഇത് ഇച്ചിരി കറക്കമാണ്. നമ്മൾ നേരത്തെ ഷോട്ട് ചാടിയാണ് വന്നത്. തിരിച്ച് നമ്മൾ മെച്ചിക്ക ടൗണിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ, മെച്ചിക്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമസ്തേ കഴിക്കേണ്ട ഒരു സാധനമാണ് മെച്ചിക്കോ മോമോ. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ മോമോ, അടിപൊളി മോമയാണ്. ഇവരുണ്ടാക്കുന്ന മോമയാണ്. അപ്പുറമുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് മോമോ കിട്ടിയില്ല, പക്ഷേ തൊട്ടിപ്പുറയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് മോമോ അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് മോമോ കഴിക്കാമെന്ന് വിചാരിച്ചു. യെസ്, നമ്മളുടെ മോമോ വന്നിട്ടുണ്ട് കേട്ടോ. മോമോ വരുമ്പം ആദ്യമേ അതിൻ്റെ കൂടെ ഒരു സൂപ്പും കൂടി ഉണ്ടാവും. ഇതിപ്പോൾ ഹാഫ് മോമോയാണ് കേട്ടോ പറഞ്ഞത്. താങ്ക് യു. ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ ഈ ഒരു ചേച്ചി, അതുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നോട്ട് വരുന്നില്ല. ഞാൻ ആക്ച്വലി ഒന്ന് അടുക്കളയിലോട്ട് കയറിയത് നീ മോമോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ട്, പക്ഷേ ശ്രമം പാടി. പുള്ളിക്കാരി ഓൾറെഡി ഉണ്ടാക്കി വെച്ച മോമോയാണ്, അത് ചൂടാക്കി തന്നതാണ് കേട്ടോ. കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, മറ്റേ ഫുഡ് ബ്ലോഗൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ. മെച്ചിക്കയിൽ വരുന്നവർ തീർച്ചയായും മെച്ചിക്ക വന്നിട്ട്, ഞാൻ എപ്പോഴും പറയാം മെച്ചിക്ക വന്നിട്ട് മോമോ കഴിക്കണം കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് പറയാവേ. ഇവരുടെ ഉണ്ടല്ലോ സൂപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തുള്ള സൂപ്പ് അത്യാവശ്യം നല്ല തിക്ക് വൈറ്റ് ഇതാണ് സൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഇവരിവിടെ കിട്ടുന്ന ഒരു ടൈപ്പ് ഒരു സാധനമുണ്ട്, ഈ വായിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എരിവല്ലാത്ത ടൈപ്പ്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈപ്പ് സാധനമുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു മൊമോയ്ക്കാണെങ്കിലും സൂപ്പിനൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് വരുന്നത്. ഇവിടെ ഉണ്ടല്ലോ മറ്റേ ഇതൊരു ടൈപ്പ്, ഇവരുടെ ഒരു മുളകല്ല, പക്ഷേങ്കിൽ ഇത് ഇതിനെന്തോ ഒരു പേര് പറയും സംതിങ്. ഈ ഒരു സാധനം ഇങ്ങനെ സൂപ്പിൽ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇട്ടിട്ട്, കുറേശ്ശെ ഇടാൻ പാടില്ല കേട്ടോ, ഇതൊരു ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു എരിവ് പോലെയാണ്. ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതേ സാധനം ഈ മൊമേൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. നമ്മളിവിടുത്തെ പെട്രോൾ പമ്പിലേക്ക് വന്നതാണ്. ആക്ച്വലി നാളെ ഞാൻ ഇവിടെ നിന്നും യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു അബദ്ധം ചെയ്തു. നേരത്തെ പെട്രോൾ അടിച്ച് വെക്കേണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴാണ് ആ കാര്യം ഓർത്തത്. അബദ്ധമായി. അങ്ങനെ രാത്രിക്കത്തെ ഫുഡെല്ലാം ഞങ്ങൾ ഒരുമിച്ച് കഴിച്ച് ഞാൻ വീണ്ടും തിരിച്ച് നമ്മളുടെ ടെൻറ്റിലേക്ക് വന്നു കേട്ടോ. നമ്മളുണ്ടല്ലോ വന്നൊരു അബദ്ധം ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാളെ പുറപ്പെടുകയാണ്. ഇവിടെ നിന്ന് വീണ്ടും അടുത്ത ബോർഡർ ഭാഗത്തേക്ക് യാത്ര പോവുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ അടിക്കണം, നമ്മുടെ വണ്ടിയിൽ പെട്രോൾ ഓൾമോസ്റ്റ് തീർന്നിട്ടാണുള്ളത്. ഞാൻ കുറച്ച് മുമ്പൊന്ന് പെട്രോൾ പമ്പിലേക്ക് പോയി നോക്കിയായിരുന്നു, പക്ഷേ എങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയില്ല പെട്ടെന്ന് രാത്രിയാകും, അതുകൊണ്ട് തന്നെ പമ്പ് അടച്ചു പോയി. ഇനിയിപ്പോൾ നാളെ രാവിലെ എത്ര മണിക്കാണ് തുറക്കാന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രശ്നം, രാവിലെ ഒരു 5 മണിക്കെങ്കിലും ഇവിടെ നിന്ന് വിടണം. ഇവിടെ നിന്ന് വിട്ടെങ്കിൽ മാത്രമേ, വരുന്ന വഴിക്ക് നിങ്ങൾ കണ്ടില്ലായിരുന്നു റോഡ് കട്ടിങ്ങുകൾ നടക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ടൈമിങ്ങുകളുണ്ട്. ആ ടൈമിങ്ങിന് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ക്രോസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഇന്നത്തെ ദിവസം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താനും പറ്റത്തുള്ളൂ, നാളത്തെ ദിവസം. അപ്പോൾ എല്ലാം കൊണ്ടും ആ ഒരു പെട്രോളിൻ്റെ കാര്യവും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്, എന്ത് ചെയ്യുമെന്നറിയില്ല. എന്തായാലും നാളെ രാവിലെ എണീറ്റ് നോക്കാം നമുക്ക്. അപ്പം എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക. നാളെ വ്യത്യസ്തമായൊരു യാത്രയുടെയും അനുഭവങ്ങളുടെയും വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. സ്നേഹം മാത്രമാണ്. കൂടാതെ ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പ് ടൂർ വരാൻ ആഗ്രഹമുള്ള ആളുകൾ പറഞ്ഞ പോലെ തന്നെ നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകളൊക്കെ ബുക്ക് ചെയ്യുക. ഓക്കെ. കാശ്മീരിലേക്ക് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് ടൂറുകളെ പറ്റി നിങ്ങൾക്കറിയാലോ. നമ്മളുടെ അടുത്ത കാശ്മീർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ വർഷം മുഴുവൻ ഇൻഡിവിജ്വൽ പാക്കേജുകളും ലഭ്യമാണ്. അതിനും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ.